ഹലോ. ഇന്നുണ്ടല്ലോ നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഓഫീസിൽ നിന്ന് ഒരു ചെറിയ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ ലീവൊന്നും കിട്ടത്തില്ല. കാരണം സാറ്റർഡേ തന്നെ വർക്കിംഗ് ഡേ ആണ്. പിന്നെ സൺഡേ മാത്രമേ ഒരു ഓഫ് ഡേ ആയിട്ട് നമുക്ക് കിട്ടണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാറ്റർഡേ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ടു വീലർമയാണ് പോകുന്നത്. കാരണം റോഡ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളൊരു 5 സ്കൂട്ടർമയായിട്ട് നമ്മുടെ ഓഫീസിലുള്ള എല്ലാവരും കൂടി പോവുകയാണ്. വേറെ എവിടേക്കും അല്ല, അതിരപ്പള്ളിയാണ്, നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോയി വരാവുന്നത് അവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തത്. നമ്മളവിടെ സ്റ്റേ അടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ശനിയാഴ്ച നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് സൺഡേ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ റിട്ടേൺ വരാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ എടുത്തത് പാം വില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലയായിരുന്നു. അതിനൊരു 10,000 ആണ് അവരതിന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വില്ലകൾ അടുത്തടുത്തുണ്ടായിരുന്നു. അതൊക്കെ ബുക്കിംഗ് ആയിരുന്നു കേട്ടോ. ലാസ്റ്റാണ് നമുക്കത് കിട്ടിയത്. നമ്മളവിടെ ഒരു ഏകദേശം ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിലെല്ലാം സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി. അപ്പോൾ തൊട്ടടുത്ത് എന്തെങ്കിലും ഉണ്ടോ കാണാൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്നും അറിയില്ല. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോയത് കേട്ടോ. ആകെ ഈ ബുക്ക് ചെയ്തത് മാത്രമാണ് പ്ലാൻ ചെയ്ത് പോയത്. അപ്പോൾ ഇങ്ങനെ ഒരു പറമ്പിൽ കൂടെയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ലോക്കൽ മീൻസ് ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ അവരവിടെ കുളിക്കാനും ഡ്രസ്സ് വാഷ് ചെയ്യാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആനേനെ കണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആന വന്ന് എങ്ങടെ ഓടും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഇരുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ടെൻഷനായി. പിന്നെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു അവിടെ ആന ഇറങ്ങുന്ന സ്പോട്ടാണ്, അപ്പോൾ അത്രയും നേരം അവിടെ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമുക്കും പേടിയായി. പിന്നെ അതുപോലെ മഴയും പെയ്തു. അപ്പോൾ അത് തന്നെ കൂടെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോകാമെന്നുള്ള രീതിയിലായി. പക്ഷെ അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ടോ. ഇത്രയും ഇരുട്ടായി നമ്മൾ തിരിച്ചെത്തിയപ്പോൾ. കാരണം നമ്മൾ കുക്കയിൽ നമ്മൾ തന്നെയായിരുന്നു നൈറ്റ് ഫുഡ്. നൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചപ്പാത്തിയും ബീഫ് കറിയും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെ നമുക്ക് പറയും എന്താണ് ഫുഡ് വേണ്ടതെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അൽഫാം കാര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. കാരണം ഹൈ റേഞ്ച് ആണല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ വരുമൊന്നുമില്ല. അപ്പോൾ പൊറോട്ടയും ബീഫ് കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ സുഗുണയിൽ നിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ ഫ്രൈ ചെയ്തായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന സ്റ്റേ ചെയ്തത് വില്ല വരുന്നത്. ഇങ്ങനെ ആ ഒരു ലൈറ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഹോള് ചെറിയ ഹോളാണ്, പക്ഷെ റൂമൊക്കെ നല്ലതായിരുന്നു, നല്ല നീറ്റായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളി നീറ്റ്നെസ് ആയിരുന്നു. ഇതാണ് റൂമിൻ്റെ ഒരു ഫസ്റ്റ് റൂമാണിത്. അറ്റാച്ച്ഡ് തന്നെയായിരുന്നു. ബാത്റൂം, ടി വി ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ഹോളിൽ ടി വി ഉണ്ടായിരുന്നില്ല, 2 റൂമിലായിരുന്നു ടി വി ഉണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് ബാത്റൂം വരുന്നത്, ആദ്യത്തെ റൂമിൻ്റെ. ഇത് 2ാമത്തെ റൂമാണ്. ഈ റൂമിലായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്തത് ഈ റൂമായിരുന്നു. അപ്പോൾ വന്ന വഴി എല്ലാവരും കുളിക്കാനുള്ള പരിപാടി. ഞങ്ങളുടെ മാം ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് ബിയർ അടിക്കുന്നുണ്ടായിരുന്നു. ബിയർ അടിക്കാൻ കച്ചീസിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ. പിന്നെ അത് പുറത്ത് പാട്ടിട്ട് ഡാൻസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് നിൽക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ടീമിൽ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ നമ്മൾ വൈകോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഡാൻസൊക്കെ കളിച്ചിരുന്നു. പിന്നെ മാമിന് ഈ കുക്കയിൽ തന്നെ പരിപാടിയായിരുന്നു. നമ്മളാരും മൈൻഡ് ചെയ്യില്ല. പാട്ട് കണ്ടാൽ പിന്നെ പ്രാന്താ. നമുക്ക് പൂള് പ്രൈവറ്റ് അല്ലായിരുന്നു. അത് കാരണം കൊണ്ട് ടൈം സ്ലോട്ട് ഉണ്ടായിരുന്നു. നമുക്ക് 1 മണിക്കൂറുണ്ട് വീട്ടിൽ.
ഓക്കെ ഗായ്സ്. അത് കഴിഞ്ഞ് നമുക്ക് രാവിലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് മാഗിയും ബുൾസയും സോസേജും. അത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പായ കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി. കഴിഞ്ഞ് നമ്മളിത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ പോവാണ് കേട്ടോ. നമ്മൾക്കിപ്പോൾ തോന്നി ഏഴാറ്റുമുഖം അങ്ങനെ കയറിയാലോ, തുമ്പൂർ മൊഴി ഏഴാറ്റുമുഖം ആ റൂട്ട് പിടിച്ചാലോ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ പോയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കാളയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ പേടിച്ചു മനുഷ്യൻ. ആ സമയത്ത് വീഡിയോ എടുക്കാൻ കൈ വിറച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഇല്ല കേട്ടോ. ഒരുപാട് കാളകളുണ്ടായിരുന്നു. നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തായിരുന്നു. കുഞ്ഞു ട്രിപ്പാണെങ്കിലും സെറ്റായിരുന്നു. തൂക്കുപാലത്തേക്ക് കയറിയപ്പോൾ ബ്ലെസ്സി പേടിച്ച് നല്ല രസമായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു തൂക്കുപാലം. നല്ലതായിരുന്നു കേട്ടോ. ഇത് ഏഴാറ്റുമുഖമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അതിരപ്പള്ളി റൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏഴാറ്റുമുഖം കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ വേറൊരു ഷോയാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ആർക്കും തോന്നിയില്ലല്ലോ അല്ലേ ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.